ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പോകുന്നത് കൂർഗിലേക്കാണ്. നമ്മൾ KC ജ്യൂസ് സെൻറ്ററിൻ്റെ മുന്നിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ കയറും. കാരണം അവിടുത്തെ ടെൻഡർ ഷേക്ക് എല്ലാവരെയും ഫേവറേറ്റ് ആണ്. പൊതുവേ അല്ലാത്ത ടൈമും നമ്മൾ രാത്രിയൊക്കെ കുടിക്കാൻ പോകാറുണ്ട്. എല്ലാവരും ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. കഴിക്കാത്തവർ കഴിച്ച് നോക്കുക, കുടിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് നമ്മളൊരു അപ്പം മിക്സും കൂടി വാങ്ങിച്ചു. പൊതുവേ നമ്മൾ പ്ലേറ്റും ഒരു സ്പൂണ് കത്തിയൊക്കെ എടുത്തിട്ടാണ് ട്രിപ്പ് പോകുമ്പോൾ എടുക്കാറുണ്ട്. ഇന്ന് മറന്നുപോയി. അങ്ങനെ അവരോട് അപ്പം മിക്സ് വാങ്ങിച്ചപ്പോൾ പ്ലേറ്റ് തരുമെന്ന് ചോദിച്ചു. റിട്ടേൺ വരുമ്പോൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് ഒട്ടും പരിചയമില്ലാത്തവരാണ്. അങ്ങനെ അവർ എന്നിട്ടും തന്നിട്ടുണ്ട്. റിട്ടേൺ വരുമ്പോൾ അതിലേ കൂടിയല്ല വന്നത്. എന്നിട്ടും നമ്മളവിടെ കൊടുത്തിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. അങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യുക. കാരണം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് കഴിച്ചുകൊണ്ട് പോവാം. അപ്പം മിക്സ് ആണെങ്കിലും വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ടില്ല. പോകുന്നോറും കഴിക്കുകയാണ് ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് കഴിച്ചുകൊണ്ട് പോകുന്നതൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വിട്ട് കുറേ ഹോട്ടലൊക്കെ അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഉച്ചക്ക് ചോറിൻ്റെ ടൈം ആയിട്ടുണ്ട്. ടൈം കഴിഞ്ഞു. കുറേ നോക്കി നല്ലൊരു ഹോട്ടൽ നമുക്ക് നോക്കിയിട്ട് കിട്ടിയില്ല. കാരണം ലാസ്റ്റ് എത്തിയത് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണ്. അവിടുന്ന് നല്ല ചോറും നല്ല ഫുഡായിരുന്നു. നല്ലൊരു സ്പേസൊക്കെ തന്നെയാണ്. അടിപൊളിയാണ്. അതിൽ പോകുന്നവർ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയാൽ ഇഷ്ടമാവും. കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു നമുക്കൊരു പറ്റുന്ന പോലത്തെ ഒരു റെസ്റ്റോറൻ്റ് ഒന്നും കണ്ടിട്ടില്ല. ലാസ്റ്റ് നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് എത്തിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. നല്ല ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുന്നതിന് കുറച്ച് അലമ്പാണ്. കാരണം മോന് ഇറങ്ങിപ്പോക്കും വലിക്കലും ചോറൊക്കെ വലിക്കലും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. എന്നാലും നമ്മൾ അടിച്ചു പൊളിച്ചു. കുട്ടികളുണ്ട്, ഭയങ്കര ഡിസ്റ്റർബാവും, പോകാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ട്രിപ്പ് ഒഴിവാക്കിയ നമ്മൾ ട്രിപ്പ് ഒന്നും പോകാതെ വീട്ടിൽ തന്നെ ആവും. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എല്ലാം സെറ്റായിട്ട് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതങ്ങനെ നീണ്ടു പോവുക ചെയ്യും. അപ്പോൾ ഒന്നും നോക്കണ്ട, പ്ലാൻ ചെയ്യുക, ഇറങ്ങുക, അത്രയേ ഉള്ളൂ. അടിച്ചു പൊളിക്കാൻ വരാം. അപ്പോൾ നമ്മളിപ്പോൾ അല്ല ഊട്ടിയിലേക്ക് പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. കാരണം ടോയ് ട്രെയിനിൽ കയറണം നല്ല ആഗ്രഹമായിരുന്നു. പക്ഷേ അത് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് പോകുന്നതിന് മുമ്പേ പോകണമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയതാണ്. കൂർഗിലേക്ക് അങ്ങനെ വിട്ടു. അതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം കുറേ ഷോപ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്താണ് ഇത് അറിയാനുമുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് കയറിയതാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഫോറിൻ കൺട്രീസ് പുറത്തുനിന്ന് ഇന്ത്യൻ്റെ പുറത്തുള്ളവരൊക്കെ കുറേ ആൾക്കാർ ഈ ഒരു ഐറ്റംസൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ ഷോപ്പിൽ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മാത്രമായിട്ട് ഒരുപാട് ഐറ്റംസ് ഉള്ള ഷോപ്പൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് കയറിയതാണ്. എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. 2000 2500. അതിനുള്ള നല്ല എഫേർട്ടും ഉണ്ടാവും. അതിന് അവർ കൈയോട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അത്രയും റേറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇത്രയും റേറ്റ് കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ ആൾക്കാർ ഈ ഒരു ഐറ്റംസൊക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ഫസ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് കാവേരി നിസർഗധാമ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ പൊതുവേ ട്രിപ്പ് പോകുമ്പോൾ OMVS എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ടാണ് എപ്പോഴും വരാറ്. പിന്നെ പ്രത്യേകിച്ച് ടൈമൊന്നും അങ്ങനെ അധികം നോക്കാറില്ല. കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് നിർത്തിയിട്ട് വെക്കും. ഓരോ റൂട്ടിലൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് മെല്ലെ അങ്ങനെ പോവാറാണ്. OMV എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ എല്ലാം അതിൽ പറഞ്ഞിരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓരോ സ്ഥലത്ത് നിർത്തി ചില്ല് ചെയ്ത് വരുന്നതുകൊണ്ട് അങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ട്രിപ്പിലധികം ഇൻക്ലൂഡ് ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ട്രിപ്പ്. ഫസ്റ്റ് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഇവിടെ അകത്ത് പാർക്ക് ചെയ്യാണ്. എവിടെ ഒരു എൻട്രൻസ് എന്താണെന്നുള്ളതൊന്നും മനസ്സിലാത്തൊരു സ്ഥലമാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ചോദിച്ചിട്ടാണ് അകത്ത് കയറിയത്. കാരണം ഫുള്ള് ഷോപ്പും കാര്യങ്ങളെല്ലാം ആയിട്ട് എവിടെയാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥലം എവിടെയാണ് കയറേണ്ടത് എന്നുള്ള മനസ്സിലാകാത്തൊരു കുറേ ഫ്ലെക്സൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ലൊക്കേഷൻ ഇട്ട് വന്ന ഒരു സ്ഥലം അത് കാണുന്നില്ല. പയ്യെ അവിടെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ആ ഒരു സ്ഥലം വരുന്നത്. എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഹാങ്ങിങ് ബ്രിഡ്ജാണ് വരുന്നത്. അതിൻ്റെ അപ്പുറത്താണ് ഏക്കറോളം സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ ഫുള്ള് നടന്നിട്ട് കാണാൻ പറ്റുന്ന നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടാവുന്ന നല്ലൊരു പ്ലേസാണ് ഈ ഒരു സ്ഥലം. താഴെ ബോട്ടൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ വേണമെങ്കിൽ അവിടെയും പേയ്മെൻറ്റ് ചെയ്തിട്ട് കയറാൻ പറ്റും. ആ പഴയ ഹാങ്ങിങ് ബ്രിഡ്ജാണ് അപ്പുറത്ത് കാണുന്നത്. അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് പൊട്ടിക്കിടക്കാണ്. അപ്പോൾ അങ്ങനെ അപ്പുറത്തേക്ക് കടന്നാൽ ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് കാണാനുണ്ട്.
ഇതിൻ്റെ അകത്ത് കുറേ ബേഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ബേഡ്സിൻ്റെ കൂടെ ബേഡ്സിനെ കയ്യിലൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ ഇത് പുറത്തുതന്നെ ഉള്ളതാണ്. ഈ ഒരു ഗ്രിൽസിൻ്റെ അകത്ത് കുറേ മാനൊക്കെ ആയിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ ജസ്റ്റ് എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി റെസ്റ്റോറൻറ്റും ഹോട്ടലൊക്കെ കണ്ടുപിടിക്കേണ്ട ടൈമാണ്. അപ്പോൾ ആദ്യം ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ പൊതുവെ അങ്ങനെയാണ് ചെയ്യാറ്. ആദ്യം ബുക്ക് ചെയ്തിട്ടൊന്നുമല്ല. നമ്മൾ എവിടെയാണ് എത്തുന്നത് അവിടെ അന്വേഷിച്ചിട്ട് അങ്ങനെ റൂം കണ്ടെത്തുവാണ്. അങ്ങനെ ഇവിടെ അൽഫാമും ബിരിയാണിയൊക്കെ വാങ്ങിച്ച്, പക്ഷെ നമ്മളൊരു സ്റ്റൈലിലെ ഫുഡൊന്നുമല്ല. അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി ബാക്കി ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടാണ് ആ ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഓരോ ട്രിപ്പ് പോകുമ്പോൾ ഓരോ സ്റ്റൈലിലുള്ള ഫുഡാണല്ലോ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ബാക്കിയൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബാക്കി പാർട്ട് 2 ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.